വേഗം തുടങ്ങടാ. ഈ ഫ്രെയിമിന് മുമ്പിൽ ബീഫല്ലേ വേഗം വരട്ടെ. ഡേയ് സമയം കുറെ ആയി. എപ്പാ കഷ്ടമാണ് കേട്ടാ. ഓരോ നേരമായി കളിക്കാൻ പൊക്കിയോളണം. മൊബൈൽ ഞാൻ മാനസികമായിട്ട് തയ്യാറാണ്. உனக்கு இந்த ஸ்வாதி ரகுனா யாருன்னு தெரியுமாடா? സ്വാതിയാ ഗേൾഫ്രണ്ട് உனக்கு தெரியாதா? இல்லடா, ரெக்வெஸ்ட் வந்திருக்கு ஃபேஸ்புக்ல. ഒരു ഫ്രണ്ട്. അപ്പൊ നിനക്ക് തന്നെ പറഞ്ഞു ശരത്തോടെ പോകും. ശരത്തിന് ഇറങ്ങിയില്ലേ? അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ? ശരത്തിന്റെ സാറ് നോക്കി അവൻ ആദ്യം ക്ലാസ്സിൽ കോപ്പി അടിച്ചു. വിളിച്ചു നോക്കാൻ കിട്ടണ്ടേ? അവൻ വിളിച്ചില്ലേ? കഴിഞ്ഞ മണിയാവാ. ശരത്തുന്നോ വന്നിരിടാ. എന്തായിരുന്നു ഞാൻ കോപ്പി അടിച്ചായിരുന്നു. അപ്പോൾ അവർ പിടിച്ച് അവർ നേരെ HOD അടുത്ത് കൊണ്ടുപോയി ഡീബാർ ആയി വന്നു. ഡീബാർ ചെയ്യാതിരിക്കണമെങ്കിൽ അവർക്ക് 50,000 രൂപ ഞാൻ അടയ്ക്കണം. 50,000 രൂപ? എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. ഇപ്പോൾ അറിയത്തില്ല അങ്ങനെ 50,000 രൂപ ഉണ്ടാക്കുമെന്ന്. നീ വീട്ടിൽ പറഞ്ഞോ? ഇല്ലടാ, വീട്ടിൽ പറഞ്ഞില്ല. അവര് പറഞ്ഞു ഇല്ലടാ, അവർ പറയത്തില്ല എന്നാണ് പറഞ്ഞത്. എന്തെങ്കിലും തീരുമാനം ചെയ്യാൻ പറഞ്ഞായിരുന്നു. ഇതിപ്പോ എല്ലാ കോളേജിലും ഇങ്ങനെയാണല്ലോ. എന്റെയും പിടിച്ചോ പൈസ 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 ഇതും പറഞ്ഞോണ്ടിരിക്കുകയാണ്. പിന്നെ 50,000 രൂപ ഇത് എവിടെ നിന്ന് കൊടുക്കാനാണ്? ഫീസൊക്കെ അടച്ച ഇപ്പൊ എങ്ങനെയാണ്? ലാസ്റ്റ് നീ ഇറങ്ങാൻ എന്ത് പറഞ്ഞു? അവരിതാ പറഞ്ഞേടാ, 50,000 രൂപ ഉണ്ടെങ്കിൽ അത് പോയി അടയ്ക്കാനെടുത്ത് പറഞ്ഞായിരുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതൊക്കെ വെറുതെ പറയുന്ന അവരത് വെറുതെ പറഞ്ഞു. നീ ഒന്നും കാര്യമായിട്ട് എടുക്കണ്ട. അവരിങ്ങനെ പറഞ്ഞായിരുന്നടാ, 50,000 രൂപ അടച്ചില്ലെങ്കിൽ നീ എക്സാം എഴുതാൻ പറ്റൂല. അവരെല്ലാം തീരുമാനിക്കണേ. അല്ല ഇപ്പൊ കൊടുക്കാൻ പറഞ്ഞാൽ എവിടെടുത്ത് കൊടുക്കും? ഫസ്റ്റ് ആയിട്ടൊന്നുമല്ല ഒരാൾ കോപ്പി അടിക്കണേ. ഇതിന് മുമ്പ് കുറെ പേരെ പിടിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഒന്നുമില്ല, നിയമം ഇപ്പം കോപ്പി അടിച്ചിട്ടുണ്ട്. നീ വീട്ടിൽ വിളിച്ച് കാര്യം പറയുകയും ചെയ്യല്ലേ? വീട്ടിൽ കഴിഞ്ഞ് വന്നാലേ ടോപ്പ് ടോപ്പ് എന്ത് വെച്ചാലേ ഇവനോ കോപ്പിയോ? ഉച്ചക്ക് എന്തിന് കോപ്പി? 50,000 അടയ്ക്കാൻ പറഞ്ഞായിരുന്നടാ. പഠിക്കുന്ന പറയാ ഫ്ലേട്ടിന്റെ പുറകെ നടന്നിട്ടല്ലേ? അലമ്പ് കാണിക്കില്ല. ഞാൻ എന്ത് പറഞ്ഞു? അവനെ വിളിച്ചോണ്ടോ നീ പെട്ടെന്ന് അവൻ ചൂടായത്. പിന്നെ അവൻ എന്താ പറഞ്ഞത്? അവൻ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ലേ? നിന്റെ അവസ്ഥ കൊണ്ട് ആരും സംസാരിക്കണ്ട. അവനോട് ഇപ്പൊ ദേഷ്യപ്പെട്ട നമ്മളെ കൂട്ടാൻ നമ്മളെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ കുഴപ്പമില്ല. അവൻ ഇത് കാണിച്ചാൽ
നീ സോറി പറയാൻ ശിബിനെ ചുമ്മാ എന്താ പറഞ്ഞത് ഹലോ ഹലോ ഇന്ന് എന്തായിരുന്നു കോളേജിൽ? നീ പറഞ്ഞില്ലായിരുന്നു ഞാൻ അറിഞ്ഞു. പ്രിൻസിപ്പൾ എന്താ പറഞ്ഞു? ഡീബാറായിന്ന് പറഞ്ഞു. എനിക്കൊരു ഉറപ്പില്ല നീ ഇത് 3 വർഷം കൊണ്ട് എഴുതിയെടുക്കുന്നു. നമുക്കിത് നിർത്താം പ്ലീസ്. ഇനി എന്നെ വിളിച്ച് ശല്യം ചെയ്യരുത്. എന്നെ നാളെ പെണ്ണെണ്ണനായിട്ട് കുറച്ച് പേര് വരുന്നുണ്ട്. ഹലോ ഹലോ സോറി. ഞാനിപ്പോൾ എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത്? പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചതിനാ അതാ സ്നേഹിച്ച പെണ്ണ് പോയതിനാ? എക്സാം അത് ഇനിയും വരും. പക്ഷേ എൻ്റെ ഈ ജീവൻ അത് പോയതാണ്. ഈ പരീക്ഷയല്ല ഞാൻ ആരാണെന്ന് തീരുമാനിക്കുന്നത്. പിന്നെ പെണ്ണ് പോവാനുള്ളതാണെങ്കിൽ അതെന്നായാലും പോയിരിക്കും, വരാനുള്ളത് വരികയും ചെയ്യും. അതുകൊണ്ട് ഈ പേടിച്ചുള്ള ഈ ഒളിച്ചോട്ടം അത് വേണ്ട, പോട്ടുമില്ല. എടാ ആരോ